ഹലോ ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ ദേ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്കായിട്ട് ആണ് ഈ വീഡിയോ. അപ്പം ഞാൻ ദേ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് നോമ്പിന് മുമ്പ് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫ്രീസറിൽ വെച്ചിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് എടുക്കാം. മറ്റേതാകുമ്പോൾ തൊണ്ട് പൊളിക്കണം, അത് ചതക്കാനൊക്കെ നിൽക്കണമല്ലോ. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതെല്ലാതും മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും മൂടി വെക്കുമ്പോൾ ആ ആവിയിൽ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടയും. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ ഇതൊരു 2 സെക്കൻഡൊക്കെ ഒന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാടല്ല, ഇത്തിരി. മഞ്ഞ കളറായിരിക്കണം നമ്മളെ കറിക്ക്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി കൂടുതൽ എടുക്കുക. പിന്നെ വളരെ കുറച്ച് മുളക് പൊടി എടുത്താൽ മതി. ഒരുപാട് എരിവൊന്നുമില്ല നമ്മളെ മുട്ടക്കറിക്ക്. നമ്മൾ പച്ചമുളകും കൂടി ഇട്ടേക്കണതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ചെറിയൊരു ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറും. വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഒരു ചെറിയ ഗ്രേവി പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാൻ അധികം വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് കട്ടി തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാലാണ്. അതും കൂടി ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കൈവിടാണ്ട്, അല്ലെങ്കിൽ പിരിയും. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഗ്രേവി രൂപത്തിൽ നമ്മളെ കറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് എടുത്തേക്കുന്ന, അത് കട്ട് ചെയ്തിട്ടുണ്ട് 4 പീസായിട്ട്. ഇങ്ങനെ പീസാക്കുമ്പോൾ ആ ഗ്രേവിയൊക്കെ മുട്ടയിലൊന്ന് പിടിക്കും. ആ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ മുട്ടക്ക് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വല്ലാതെ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് തിളക്കാനോ നിൽക്കണ്ട. ഇത് ചെറിയൊരു തള പൊട്ടി വരുമ്പോഴത്തേനും ഇത് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഞാൻ മേലയിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. മിക്കവരും ഇങ്ങനെ ഉണ്ടാവും, പക്ഷേ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നാളെ വേറൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.